നമസ്കാരം. 2026 രോഹിണി നക്ഷത്രം. രോഹിണി നക്ഷത്രക്കാർക്ക് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് എത്രയൊക്കെ കാര്യങ്ങൾ ഇടപെട്ടാൽ എന്തൊക്കെ ചെയ്താലും നേട്ടങ്ങൾ ഉണ്ടാകാത്തൊരു വർഷങ്ങളായിരുന്നു. എങ്കിലും ഈ നക്ഷത്രക്കാർക്ക് 2026 ജനുവരി മുതൽ 26 ഡിസംബർ വരെയുള്ള അവസാന കാലഘട്ടം 12 മാസക്കാലം സമ്മിശ്ര ഫലങ്ങളാണ് ഉളവാക്കുന്നത്. അതായത് ഗുണവും ദോഷവും കൂടിച്ചേർന്ന ഒരു വർഷം തന്നെയാണ് ഈ 2026 വന്നു ചേരുന്നത്. വ്യാഴം 3-ലാണ് നിങ്ങൾക്ക് ഗോചരം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അനുകൂലമെന്ന് വിചാരിച്ചിരുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് വ്യാഴത്തിൻ്റെ ഗോചരം കൊണ്ട് ചിലപ്പോൾ മറിയുന്നതാണ്. സന്താനങ്ങൾ അതുപോലെ തന്നെ അവരുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് ധാരാളം പണച്ചിലവുകൾ വന്നുപെടുന്നതാണ്. സന്താനങ്ങൾക്ക് ഉയർച്ചയൊക്കെ വന്നതുകൊണ്ട് തന്നെ മാതാപിതാക്കൾക്ക് അനുഗ്രഹമായിട്ട് തന്നെ പല സന്തോഷം ഉളവാക്കുന്ന കാര്യങ്ങളും ഉണ്ടാകുന്നുണ്ട്. സന്തോഷം ഉളവാക്കുന്ന പല വാർത്തകളും ശ്രവിക്കാനൊക്കെ യോഗം കാണുന്നുണ്ട്. സ്വത്ത് തർക്കങ്ങൾ, അതുപോലെ തന്നെ ദ്രവ്യനാശം, പണത്തിനൊക്കെ നാശം സംഭവിക്കുന്നതാണ്. യാത്രകൾ പലതും അലച്ചിലുകളാവും, ക്ലേശം സംഭവിക്കുന്ന യാത്രകളാണ്. യാത്രകൾ പോയി കഴിഞ്ഞാൽ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട യാത്രകളൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ അത് അനാവശ്യ ചിലവുകളായിട്ട് വന്നു ചേരുന്നതാണ്. ദീർഘദൂര യാത്രകളൊക്കെ ചെയ്യേണ്ടതായിട്ട് വന്നു ചേരുന്നുണ്ട്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ചെറിയ തോതിൽ വർഷമധ്യത്തോടുകൂടി ആദായം പ്രതീക്ഷിക്കാം. സർക്കാർ ഉദ്യോഗത്തിലിരിക്കുന്നവർക്ക്, സർക്കാർ അനുകൂലികളായിട്ടുള്ള ആളുകൾക്ക് മേലുദ്യോഗസ്ഥരിൽ നിന്ന് അപ്രീതിക്ക് കാരണമാകുന്നുണ്ട്. കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് നേട്ടങ്ങളുടെ ഒരു കാലം തന്നെയായിരിക്കും. സിനിമാ നാടക രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്കും തരക്കേടില്ലാത്ത അനുകൂലമായൊരു വർഷം തന്നെയാണ് 2026 രോഹിണി നക്ഷത്രക്കാർക്ക്. കൂടുതൽ ദോഷഫലങ്ങൾ മാറി കൂടുതലായിട്ട് ഗുണങ്ങൾ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് ശ്രീകൃഷ്ണനെ ഭജിക്കുന്നതും ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം നടത്തുന്നതുമൊക്കെ വളരെ ഉത്തമമായിരിക്കും. മകേര നക്ഷത്രം. 2026 മകേര നക്ഷത്രക്കാർക്ക് മുൻ വർഷത്തെ അപേക്ഷിച്ച് കുറച്ച് ഭേദപ്പെടുന്ന ഒരു കാലഘട്ടം തന്നെയാണ്. എങ്കിലും നിങ്ങളുടെ ജാതകമോ അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്തോ ഒക്കെ വെച്ച് നിങ്ങളുടെ സമയം, ദശകളും ദശാകാലവും ദശാന്തരകാലവും ഒക്കെ ഒന്ന് പരിശോധിച്ച് അതിനുവേണ്ട വഴിപാടുകളോ പരിഹാരങ്ങളൊക്കെ ചെയ്യുന്നത് വളരെ ഉത്തമമായിരിക്കും. എന്തായാലും അതിന് ഈശ്വരാരാധന മൂലം ഈശ്വരാനുഗ്രഹം വർദ്ധിപ്പിക്കുന്നത് നിങ്ങൾക്ക് ഈ 2026 കൂടുതൽ നേട്ടങ്ങൾക്ക് വഴിയൊരുക്കുന്നതാണ്. ഔദ്യോഗിക രംഗത്ത് ഉയർച്ച ഉണ്ടാകുന്നതാണ്. കർമ്മരംഗത്ത് പല വെല്ലുവിളികളും നേരിടേണ്ടതായിട്ട് വരുന്നുണ്ടെങ്കിലും നിങ്ങളുടെ ആത്മബലം കൊണ്ട് നിങ്ങൾക്ക് അതിൽ നിന്ന് നേട്ടങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ അന്യരെ ഏൽപ്പിക്കുന്നത് മൂലം ധാരാളം നഷ്ടങ്ങൾക്ക് വഴിവെക്കുന്നതാണ്. കച്ചവട രംഗത്തും അതുപോലെ തന്നെ കാർഷിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നഷ്ടങ്ങൾ വന്നു ഭവിക്കുന്നതാണ്. തൊഴിൽ ലബ്ധി, അതായത് വിദേശത്തൊക്കെ തൊഴിൽ ആഗ്രഹിക്കുന്നവർക്ക് തൊഴിൽ ലബ്ധി ഉണ്ടാകുന്നുണ്ട്. സ്വയം തൊഴിലൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്വയം തൊഴിലിലൊക്കെ നല്ല വരുമാനം പ്രതീക്ഷിക്കാവുന്ന ഒരു വർഷമാണ് ഈ 2026 എന്നുള്ളത്. ബിസിനസ്സിലെ പ്രതിസന്ധികളെയൊക്കെ നേരിടാനുള്ള ആത്മബലം വർഷാവസാനത്തോടുകൂടി വന്നു ചേരുകയും വർഷാവസാനം നിങ്ങൾക്ക് ആദായവും വർദ്ധിക്കുന്നതാണ്. വസ്തുവുമായിട്ട് ബന്ധപ്പെട്ട വ്യവഹാരങ്ങളും വഴക്കുകളും തർക്കങ്ങളും ഒക്കെ വന്നുപെടാം. അത് സംസാരിച്ച് പരിഹരിക്കാൻ സാധിക്കുന്നില്ലാത്ത പക്ഷം അത് കോടതിയിൽ വരെ എത്തിപ്പെടാനായിട്ട് സാധ്യതകൾ കാണുന്നുണ്ട്. പിതൃസ്ഥാനീയരായിട്ടുള്ള ആളുകളിൽ നിന്ന് നിങ്ങൾക്ക് അച്ഛനും അമ്മ അതുപോലെ തന്നെയുള്ള ഗുരുക്കന്മാരിൽ നിന്നൊക്കെ അംഗീകാരവും സ്നേഹവും അനുഭവിക്കാൻ യോഗം കാണുന്നു. അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കുക. വരവ് കുറവും ചിലവ് കൂടുതലുമുള്ളൊരു വർഷമാണ് 2026. എങ്കിലും ദൈവാധീനം വർദ്ധിപ്പിക്കുന്നത് മൂലം, ഈശ്വരാനുഗ്രഹം മൂലം ഒരുവിധം കുഴപ്പമില്ലാതെ കടന്നു പോകുന്നൊരു വർഷമാണ് 2026 ഈ നക്ഷത്രക്കാർക്ക്. തിരുവാതിര നക്ഷത്രം. 2026 തിരുവാതിര നക്ഷത്രക്കാർക്ക് ശനി ഏതാണ്ട് 10-ലും രാഹു 9-ലും കേതു 3-ലൊക്കെയാണ് സഞ്ചരിക്കുന്നത്. എങ്കിലും 2026 വർഷം ക്രമേണ ധാരാളം പ്രതിസന്ധികളൊക്കെ തരണം ചെയ്ത് വരവിനനുസരിച്ച് ചെലവുകളൊക്കെ തുല്യതയിൽ രമ്യതപ്പെടുത്തി കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു വർഷമാണ്. ഏത് കാര്യത്തിലും ധാരാളം വിഘ്നങ്ങൾ നിങ്ങൾക്ക് മുൻപിൽ, തടസ്സങ്ങൾ വന്നുപെടാം. കുടുംബത്തിലും കർമ്മസ്ഥലത്തും പല അസ്വസ്ഥതകളും വന്നുപെടുന്നതും പങ്കാളിയുമായിട്ട് ചില വാക്കുതർക്കങ്ങൾ, കുടുംബത്തിലെ ഭാര്യയും ഭർത്താവുമായിട്ട് കലഹങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ്. തൊഴിൽശാലകളിൽ തർക്കങ്ങളും വാദപ്രതിവാദങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഏറ്റെടുക്കേണ്ടതായിട്ട് വരാം. പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുകയും കച്ചവടത്തിൽ നഷ്ടങ്ങൾ വന്നു ചേരുന്നുണ്ട്. ഷെയർ മാർക്കറ്റ് പോലെയുള്ള ഇതിലൊക്കെ നിങ്ങൾ പണം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വൻ നഷ്ടം വന്നു ചേരാനൊക്കെ യോഗം കാണുന്നുണ്ട്. ഉദരരോഗം, അതുപോലെ തന്നെ നേത്രരോഗം, കണ്ണുമായിട്ട് ബന്ധപ്പെട്ട രോഗങ്ങൾ, ഉദരരോഗങ്ങൾക്കൊക്കെ സാധ്യതകൾ വന്നു ചേരുന്നുണ്ട്. മാതാവിന് രോഗാരിഷ്ടത മൂലം ആശുപത്രി ചെലവുകളോ ആശുപത്രി വാസവും ഒക്കെ വന്നേക്കാം. വാഹനം മാറ്റി വാങ്ങാനോ അല്ലെങ്കിൽ പുതിയ വാഹനം വാങ്ങാനോ യോഗം കാണുന്നു. 2 വീലറൊക്കെ കൊടുത്ത് 4 വീലർ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ അതിന് യോഗം കാണുന്നുണ്ട്. വിവാഹാദി മംഗളകർമ്മങ്ങളൊക്കെ, യുവജനങ്ങളുടെ വിവാഹാദി മംഗളകർമ്മങ്ങളൊക്കെ നടക്കുന്നതാണ്. സൽസന്താന ലബ്ധി കൊണ്ട് കുടുംബം അനുഗ്രഹീതമാകുന്നതാണ്. വ്യാപാര വ്യവസായശാലയിലൊക്കെ ധനനഷ്ടങ്ങൾ ഉണ്ടാകാം. യാത്രാ ചെലവുകളൊക്കെ ധാരാളമായിട്ട് വന്നു ഭവിക്കുന്നതാണ്.
പൊതുവിൽ നിങ്ങൾക്ക് ധനനഷ്ടം ഒഴിവാക്കുന്നതിനായിട്ട് ബുധനാഴ്ച ദിവസം ശ്രീകൃഷ്ണ ഭഗവാന് ഭാഗ്യസൂക്തം, പാൽപ്പായസം, തുളസിമാല ഇങ്ങനെയുള്ള വഴിപാടുകളൊക്കെ ചെയ്യുന്നതും, ഭാഗ്യസൂക്തം 3 പാരായണം ചെയ്യുന്നതും, അതുപോലെ തന്നെ വിഷ്ണു സഹസ്രനാമം നിത്യവും പാരായണം ചെയ്യുന്നതും, ദേവി മഹാത്മ്യ പാരായണം ഇതിലേതാണോ എളുപ്പം അതൊക്കെ ചെയ്യുന്നത് ദോഷങ്ങൾ കുറയ്ക്കുന്നതിന് ഉത്തമമായിരിക്കും.